മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലാ ടൗണുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ ഒരു 8 സെന്റ് സ്ഥലത്തിൽ 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 നില വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ. അതിനകത്ത് കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. 2 വർഷം പഴക്കമുള്ള വീടാണ്. ഇപ്പോൾ ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ വേഗം കടന്നു ചെല്ലാം. പാലാ ടൗണുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന വീട് അത് ഏതാണ് എന്ന് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാർക്കായി ഇതാ പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ 65 ലക്ഷം രൂപയുടെ ഒരു വീട്. ഇതാ 2 വർഷത്തോളം പഴക്കമുള്ള വീട്. ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കായി ഇതാ 65 ലക്ഷം രൂപയുടെ ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്, മുറ്റം, കാർ പോർച്ച്, അതുപോലെ തന്നെ സിറ്റ് ഔട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി പണി കഴിപ്പിച്ച് നല്ല തടിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ ഇത് സോഫ സെറ്റ്, കയറി വരുന്ന സ്വീകരണ മുറി, അവിടെ തന്നെ നമുക്ക് പ്രെയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. സ്വീകരണമുറിയും ഡൈനിങ് ഹോളും ഒക്കെ ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസി ഉള്ളത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മൾ ഡൈനിങ് ഹോളിലിരുന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും സ്വീകരണമുറിയിൽ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആരും അറിയുപോലും ഇല്ല. അത്രയും പ്രൈവസിയോടുകൂടിയുള്ള നല്ലൊരു ഡൈനിങ് ഹോളാണ്. മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസിന് സമീപത്ത് തന്നെയാണ് ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോളാണ്. ബെഡ്റൂമുകളിൽ ഈ കട്ടിലുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. നല്ല വലിപ്പമുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു ക്വീൻ സൈസ് ആണെന്ന് തോന്നുന്നു. ക്വീൻ സൈസ് ബെഡ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് കബോർഡ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റും ദൃശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്ലറ്റ് അകത്തൊന്നും കയറി ദൃശ്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ, ഒരു കോമൺ ടോയ്ലറ്റ്. ഈ ബെഡ്റൂമിന് സമീപത്തായിട്ട് തന്നെ കോമൺ ടോയ്ലറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊക്കെ ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റിൽ പോകാനായിട്ടൊക്കെ എളുപ്പമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക. ഡൈനിങ് ഹോളിനും വാഷ് കൗണ്ടറിനും സമീപത്ത് തന്നെയാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുക. ഇതാണ് മനോഹരമായ കിച്ചൺ. മൾട്ടിവുഡിൻ്റെ കബോർഡ് ഉപയോഗിച്ച് കബോർഡുകൾ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കിച്ചണും അവിടെ തന്നെ വർക്ക് ഏരിയയും ഉണ്ട്. അപ്പോൾ ഇതാണ് പുറകുവശത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്. 8.25 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാലും 2 നില വീടായതുകൊണ്ട് ഒത്തിരി സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ കിച്ചൺ, മനോഹരമായ വർക്ക് ഏരിയ, 2 ബെഡ്റൂം നമ്മുടെ താഴെ കണ്ടു. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമുണ്ട്. ഒപ്പം നമുക്ക് 1-2 ബെഡ്റൂം കൂടി വേണമെങ്കിൽ എടുക്കുവാനായിട്ടുള്ള സ്ഥലം കൂടിയുണ്ട്. നമുക്ക് മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ കടകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം മാത്രമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 300-400 മീറ്റർ ദൂരം മാത്രമാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരവും കോളേജ് സ്കൂളുകളിലേക്കൊക്കെ പോകുവാനായിട്ട് ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ, വെള്ളം കയറാത്തതും വെള്ളം